ഔദ്യോഗിക വെബ്സൈറ്റിന് നേരെയുണ്ടായ സൈബർ ആക്രമണ ശ്രമം പ്രതിരോധിച്ചെന്ന് CBSE. സേവനം തടസ്സപ്പെടുത്താനും അനധികൃതമായി ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള ശ്രമവുമുണ്ടായെന്ന് അധികൃതർ. 3 മണിവരെ 16,000-ലധികം വിദ്യാർത്ഥികൾ അപേക്ഷകൾ നൽകിയെന്നും CBSE അറിയിച്ചു. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് CBSE വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ഈ സാങ്കേതിക തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതലാണ് ഈ പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 3 മണിവരെ ഏതാണ്ട് 16,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള അപേക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ഒരേ സമയം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലേക്കൊരു സൈബർ ആക്രമണ ശ്രമം ഉണ്ടായതായി CBSE തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ ഈ സൈറ്റിൽ ഉണ്ടായെന്നാണ് CBSE പറയുന്നത്. 2 മിനിറ്റിനുള്ളിലാണ് ഈ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ ഈ സൈറ്റിൽ ഉണ്ടായത്. ഒപ്പം തന്നെ ചില അനധികൃതമായിട്ടുള്ള ഈ ഫയലുകൾ അത് ആക്സസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായതായിട്ടും CBSE തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സേവനങ്ങൾ തടസ്സപ്പെടുത്താനായിരുന്നു ഇത്തരത്തിലേക്കൊരു നീക്കം നടന്നതെന്നാണ് CBSE പറയുന്നത്. പക്ഷേ ഈ സൈബർ ആക്രമണ ശ്രമം അത് അതിവിദഗ്ധമായി തന്നെ അതിനെ പ്രതിരോധിച്ചു എന്നും CBSE വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായി എല്ലായ്പ്പോഴും മികച്ച സേവനം നൽകാൻ ഞങ്ങൾ ജാഗ്രതയോടെ ഉണ്ടാകുമെന്നും CBSE തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് ഈ സൈറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സൈബർ ആക്രമണ വിവരം CBSE തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.